വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അത് കഴിച്ച് മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് മസാല ദോശയ്ക്ക് വേണ്ട മസാല ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബോയിലാവണം, एकदम സോഫ്റ്റ് ബോയിലായിരിക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ഏത് ഓയിൽ വേണം നിങ്ങൾക്ക് എടുക്കാം, വെളിച്ചെണ്ണ വേണമെന്ന് നഷ്ടമൊന്നുമില്ല. പിന്നെ വേണത് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നീളത്തിലിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് കടുക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി. ഈ വെളുത്തുള്ളി ഒരു 2 എണ്ണം മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ ഇഡലിപ്പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ ഇഡലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലുണ്ടായിരിക്കും, ഞാൻ ലിങ്ക് ഇടാം, ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഓയിലിനകത്തോട്ട് ഒഴിച്ചു. ഇപ്പം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുളക്, ഇത് വേണമെന്ന് ഇപ്പം ഇത് ഒരു രസത്തിന് വേണ്ടിയിട്ടതാണ്. ഒരു കൊല്ലമുളകും കൂടി പീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തീ വളരെ കുറച്ച് വെച്ചിരിക്കുവാണ്, കാരണം നമുക്കിത് ഇനി ഞാനിന്ന് തൊട്ട് ഇതിനകത്തോട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളതും ഇട്ട് കൊടുക്കുക. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി തീ കൂട്ടി, നേരത്തെ തീ കുറച്ച് വെച്ചുമ്പോൾ തീ കൂട്ടി. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് ഇതുണ്ട്, നല്ലതായിട്ട് ഒരു പച്ചമുളക് ഇട്ടതിന് ശേഷം മുളക് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് വേണം നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഇഡലിപ്പൊടി, ഇതിടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടേക്കണത്. അപ്പോൾ നമ്മളിനി വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിനകത്തോട്ട് ഇടാം. ഇത് കണ്ടോ, ഞാൻ ഈ പൊട്ടറ്റോ എടുത്തിട്ട് ഇതിനെ കണ്ട് നന്നായിട്ട് ഉടച്ച്, നമ്മൾ കൈ നല്ല വെന്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇതിനെ ഉടച്ചെടുത്തത്. അപ്പോൾ നമുക്കിനി ഇത് ഈ പൊട്ടറ്റോ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ഇച്ചിരി ദവായി കൂടുതലല്ലേ, അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ ഉപ്പ്, ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടായിരുന്നു, പക്ഷെ നമുക്ക് ആ ഉപ്പ് പോരായിരിക്കും, കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ ഞാൻ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത് അറിയാമോ, ഇതിനെ ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം, നമ്മൾ ഈ ചൂടുവെള്ളം ഇപ്പോൾ ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ സാധനങ്ങളും തണുത്ത് പോകും. നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കാം. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ ഒരു ലേശം കൂടി ഉപ്പ്, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ കൺസിസ്റ്റൻസി ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ കാണത്തില്ല. അപ്പോൾ ഒരു ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി വെച്ചിട്ട് വേണം നമ്മുടെ ഇനി ദോശ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ദോശയിൽ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുള്ളത് കാണിക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നെല്ലാം നന്നായിട്ട് വരുമ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്യാം. നമുക്കതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി തീ കൂട്ടി വെച്ച് നല്ലതായിട്ടൊന്ന് ചുറ്റിക്കാം. അപ്പോൾ അതേ നമ്മൾ നല്ലപോലെ മസാല ദോശയുടെ മസാല തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്കിച്ചിരി ഇതിന് തീ കൂട്ടി വെക്കാം. എന്നിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം, 1 സ്പൂൺ നെയ്യ്. അപ്പോൾ ദോശ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു പകുതിയിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി ലൂസാണെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇച്ചിരി നമ്മൾ ലൂസായിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ റെസിപ്പി നമ്മൾ ദോശമാവിൻ്റെ ഇഡലിമാവിൻ്റെയും ബാറ്ററിൻ്റെ റെസിപ്പി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യുവാണെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് പിടികിട്ടും. നമ്മളിതിനെ ഇത് ഫോൾഡ് ചെയ്തെടുക്കുക. വളരെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല മസാല ദോശ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ
നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല മിക്സ് ചെയ്ത മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുള്ള മസാല ദോശ കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം മറക്കാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.